കാമുകൻ എന്ന് പറയാനുള്ള കാരണം ഈ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത്. ഒരു കുറച്ച് ദിവസം മുൻപ് ഒരാഴ്ച മുൻപ് അമ്മ ഒരു പരാതി 30 ലക്ഷം രൂപ തന്നിൽ നിന്ന് തട്ടിയെടുത്തു എന്നൊരു പരാതി നൽകുന്നു. ആ പരാതി വ്യാജമാണെന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ശ്രീതു ദേവസ്വം ബോർഡിലെ താൽക്കാലിക ജീവനക്കാരാണ്. ഈ ജോലിക്ക് വേണ്ടി ഇവർ പണം ആർക്കെങ്കിലും നൽകിയോ എന്നുള്ള സംശയവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് കൊണ്ടുപോകുന്നത് വലിയ ദുരൂഹതകളിലേക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല മൊത്തത്തിൽ ഇപ്പം പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാലരാമപുരം പോലീസിൽ പ്രതികളൊക്കെ ഈ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും ചോദ്യം ചെയ്യുമ്പം പരസ്പര വിരുദ്ധമായിട്ടാണ് ഇവർ കാര്യങ്ങൾ മുഴുവൻ പറയുന്നത്. ആദ്യം പറഞ്ഞ കാര്യമല്ല പിന്നീട് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പുറത്തു വരാൻ വേണ്ടിയിട്ട് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ പറയും ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നൊക്കെ നമ്മൾ പറയും. ഇതിൽ കേരളത്തിൽ ഇപ്പം നടന്നു വരുന്ന ഇപ്പൊ ആർക്കും എന്താണ് ധർമ്മവും വേണ്ട, ധർമ്മം വേണ്ട, അതുപോലെ തന്നെ മോക്ഷവും വേണ്ട, അർത്ഥവും കാമവും മാത്രം ആളുകൾക്ക് മതി. അതായത് എന്താണ് കൺട്രോൾ ഇല്ലാത്ത രീതിയിലുള്ള കാമവും അതോടൊപ്പം തന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ള ആർത്തിയുമാണ് പല കേസുകളിലെയും ആളുകളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മനഃശാസ്ത്രം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും.